ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പൻ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു. ജോയ് ആലുക്കാസ്, വേൾഡ് ഫേവറേറ്റ് ജുവലേഴ്സ് ജോയ് ആലുക്കാസ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം റിതം എന്ന മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് കൈരളി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ശരിക്കും ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്ന, നമുക്കെല്ലാവർക്കും ഓരോ വീട്ടിലെയും ഓരോ അംഗങ്ങൾക്കും വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയെ നിരവധി സ്റ്റേജ് ഷോസിലൂടെ ഇദ്ദേഹം ഒരു എന്താ പറയാ ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു. ഒരു പ്രത്യേക ഒരു സംഭവം നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച് അത് ഇത്രത്തോളം ജനപ്രീതിയിലെത്തി. ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് അതും പോരാണ്ട് കടലും കടന്ന് ഇതാ തമിഴകത്ത് വരെ എത്തി നിൽക്കുന്നു ഈ ഒരു കലാകാരന്റെ ജൈത്രയാത്ര. നമ്മുടെ പ്രിയപ്പെട്ട പുന്നപ്രകാരനായ, പക്ഷെ നമ്മളെല്ലാരും അദ്ദേഹത്തെ അയ്യപ്പ ബൈജു എന്നേ വിളിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാമധേയം പുന്നപ്ര പ്രശാന്ത് എന്നാണ്. പുന്നപ്ര പ്രശാന്ത് എന്നൊക്കെ അറിയപ്പെടുന്നതിനേക്കാളും കൂടുതലും എല്ലാവരുടെ മനസ്സിൽ അയ്യപ്പ ബൈജു എന്നാണ്. അപ്പോൾ ഞാൻ ഏത് പേരിൽ വിളിക്കണം? പുന്നപ്ര പ്രശാന്ത് എന്ന് വിളിക്കണോ, അയ്യപ്പ ബൈജു എന്ന് വിളിക്കണോ? നമ്മുടെ പ്രിയപ്പെട്ട ബൈജു ചേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം നമ്മുടെ അയ്യപ്പ ബൈജു ചേട്ടൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞ മുഖത്തൊരു കാര പോലും ഇല്ലല്ലോ. അതൊരു കാരണമാണോ? കാര്യമില്ലാത്തൊരു കാരണം അല്ല, എപ്പോഴും ഞാൻ കാണുമ്പോൾ എപ്പോഴും ക്ലിയർ ഫേസ് ആണ് ചേട്ടന്റെ. ഈ മുഖക്കുരു ഇല്ലാത്തതിൽ എന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ പറ്റുമോ? മുഖക്കുരു ഇല്ലാത്തതിന് രഹസ്യം പറയാനല്ല, വായു ഭക്ഷിച്ചു കഴിഞ്ഞാൽ മുഖക്കുരു മാറും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ ഓരോ പ്രത്യേക പാലുൽപ്പന്നങ്ങള് അതൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ വായു പൊതുവെ മുഖക്കുരു ഇല്ലാത്തൊരു ജന്മസിദ്ധമായിട്ട് അങ്ങനെ ഒരു മുഖമാണ് അല്ലെ? ഉണ്ട്. സ്വന്തം സൗന്ദര്യ സംരക്ഷണത്തിൽ തൽപരനാണോ? കണ്ണാടിയിൽ ഏതു നേരം മുഖം നോക്കുക എന്നുള്ളത് ഒരു ഹോബിയാണോ? അത് എനിക്ക് ഈ സൗന്ദര്യം പോരാ എന്നോ, എനിക്ക് കൂടിപ്പോയി എന്നെങ്കിലും തോന്നുന്നുണ്ടോ? ദൈവം ഇത്തരം സൗന്ദര്യം എനിക്ക് തന്നില്ല, അതെന്നെ വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ സൗന്ദര്യം. പക്ഷെ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചേട്ടന്റെ ഈ വിജയത്തിലെത്താനുള്ള കാരണം, ചേട്ടന്റെ ഇന്നത്തെ ഈ പ്രശസ്തിയുടെ കാരണം എന്റെ സൗന്ദര്യം ഇല്ലായ്മയാണോ? സൗന്ദര്യം ഇല്ലായ്മ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ചേട്ടന്റെ സൗന്ദര്യം. ഒരുപക്ഷെ ഒരുപാട് ഭയങ്കര ആചാനുബാഹുവായിട്ട് ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ലോകം അറിയുന്ന ഈ അയ്യപ്പ ബൈജു ആകുമായിരുന്നു. തീർച്ചയായിട്ടും. സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരാളുടെ പ്രവൃത്തി ആണ് അല്ലെ, പെരുമാറ്റം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ പെരുമാറ്റം എല്ലാവരും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ റിമി അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ വരാൻ എനിക്ക് പറ്റും. ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, അയ്യപ്പ ബൈജു എന്ന് അറിയപ്പെടാനാണോ അതോ ഞാൻ വിളിക്കാനാണ് ഇഷ്ടം, പുന്നപ്ര പ്രശാന്ത് ഏട്ടാന്ന് വിളിക്കാനാണ് ഇഷ്ടം? എന്റെ അച്ഛനും അമ്മയും എന്നെ പ്രശാന്ത് എന്ന് എന്നെ ഇഷ്ടപ്പെട്ട് നല്ലൊരു പേര് നമുക്ക് എന്റെ അച്ഛനും അമ്മയും ഇഷ്ടപ്പെട്ടിട്ട പേര്. എന്റെ അച്ഛനും അമ്മയും ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഈ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെ ആദ്യത്തെ കുഞ്ഞാണ്. അതിന് ഞാൻ ആദ്യത്തെ പേരാക്കാം. ശരി പ്രശാന്ത് ഏട്ടാ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആയിക്കോട്ടെ. ഈ മിമിക്രിക്കാരിൽ ഒരുപാട് പേരുണ്ടെങ്കിലും രാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എല്ലാവർക്കും സുപരിചിതനായതും ഒരു ട്രെൻഡ് സെറ്ററായി മാറിയത് ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞത് വെറുതെയല്ല. ശരിക്കും പറഞ്ഞാൽ കള്ളുകൂടി നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പോ തിയേറ്ററിൽ പോലും ഒരു സിനിമയിൽ കള്ളുകുടിക്കുന്ന ഒരു രംഗം കാണിച്ചത് ഉടനെ അടിയിലൂടെ എഴുതി കാണിക്കുമെങ്കിലും ഈ കള്ളുകൂടി എന്നൊരു സംഭവം ഇത്രത്തോളം സ്റ്റേജില് ഇങ്ങനെ ഒരു തീം വരാനും അത് ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച തുടക്കം തീർച്ചയായിട്ടും ബൈചേട്ടനാണെന്നാണ് എന്റെ വിശ്വാസം. അതിൽ നിന്ന് ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും ആ ഒരൊറ്റ ഐറ്റം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എത്രയൊക്കെ ചെയ്താലും അതിന്റെ ഒറിജിനൽ, അതിന്റെ ഉത്ഭവം എവിടുന്നാണ്? അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, നേരത്തെ എന്നേക്കാൾ മുമ്പേ ഒരുപാട് പേര് ഈ കഥാപാത്രത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്നതിനും ഈ ബൈജു എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ മദ്യപാനിയുടെ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അല്ല, വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട്, ഞാനും നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ക്യാരക്ടറിന് പേര് ഉണ്ടായത് ഇതിന് ശേഷമാണ്. അപ്പോ ഈ ക്യാരക്ടർ ഇങ്ങനെ എല്ലാവരും ചെയ്തപ്പോൾ ഞാനതിൽ നിന്ന് ആ ക്യാരക്ടറെ ഇങ്ങനെ സ്വീകരിച്ചതാണ്. അതായത് നമ്മളിപ്പോ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇന്ന സബ്ജക്ട് എടുക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നില്ല. എന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന എന്റെ ഈ പ്രവൃത്തികൾ, അതായത് ഞാൻ ചെയ്യുന്ന കുറച്ച് തമാശകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറെ ഞാൻ
പിന്നെ സെലക്ട് മനഃപൂർവ്വം ഇതിലോട്ട് ഇത് എങ്ങനെ ഈ ഒരു വിഷയം വന്നു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ. അതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും ചേട്ടന്റെ സ്കിറ്റിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട്, വഴിയരികിൽ പഥികനായി, അതെങ്ങനെയായിരുന്നു? അത്രയും സങ്കടമില്ല. ആ പാട്ടാണ് ഈ സത്യത്തിൽ ഈ ക്യാരക്ടറിന് പേരുണ്ടാക്കിയത്. അത് ഞാൻ അങ്കമാലി വെച്ച് ഇതുപോലെ ബൈജു എന്ന് പറയുന്ന ഒരാളുണ്ട് സത്യത്തിൽ. അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ നേരത്തെ ചെയ്തു. പിന്നെ ക്യാരക്ടറിനെ എഴുതി വെച്ചു. ഈ തല്ലുകൊള്ളുന്ന ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന ഒരാള്, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തല്ലുകൊള്ളുന്ന ഒരു ക്രെഡിറ്റ് ആണ്. അങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ചറിഞ്ഞപ്പോ രാജേഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് എനിക്ക് ഈ ക്യാരക്ടറെ പറ്റി പറഞ്ഞത്. പക്ഷെ അത് ഒരുപാടുണ്ട്, നമുക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല സ്റ്റേജിൽ. അപ്പൊ അത് ഈ തല്ലുകൊള്ളുന്നത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ആ ത്രെഡ് മാത്രം ഞാനത് പല രീതിയിൽ തല്ലുകൊള്ളുന്നുണ്ട് ക്യാരക്ടർ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ കണ്ടോ ഈ പ്രോഗ്രാമിന് പോയപ്പോ ഇത് ക്യാരക്ടർ ഞാൻ ചെയ്ത് സ്കിറ്റ് റെഡിയാക്കി വെച്ചു. അതുവരെ ക്യാരക്ടറിന് പേരില്ല, ഒരു കള്ളുകുടിയല്ലെന്ന് മാത്രം. പക്ഷെ ഞാൻ അങ്കമാലി വെച്ച് ഇതുപോലെ ബൈജു എന്ന് പറയുന്നത് ആ ആള് പാടുന്ന പാട്ടാണ് അല്ല പുള്ളി ആ പാട്ട് നമ്മുടെ ജീസസ് എന്ന് പറയുന്ന കാസറ്റിലെ കെസ്റ്റർ എന്ന് പറയുന്ന കെസ്റ്ററിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ്. അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട്, വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴി തെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. ആ പാട്ട് ഈ പുള്ളിക്ക് ഇഷ്ടം. ഈ പുള്ളി എപ്പോഴും ഈ പാട്ട് പാടും. ഈ പാട്ട് പാടുന്നതിനകത്ത് വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും നാഥൻ എന്നുള്ള സ്ഥാനത്ത് പുള്ളി ബൈജു എന്ന് പാടും. അപ്പൊ ഞാനിത് കൊള്ളാലോ ഈ സാധനം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചെയ്തു വെച്ച സ്കിറ്റിന്റെ ഈ ക്യാരക്ടറിന്റെ എൻട്രിക്ക് അത് ഞാൻ അതിന്റെ കോമഡി ആയിട്ട് എഴുതി. എന്നിട്ട് വഴിയരികിൽ പതിതനായി തിരിച്ചു നിൽക്കും ബൈജു, അടിയിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു, നോട്ട് ദ പോയിന്റ്. അങ്ങനെ ഈ ക്യാരക്ടറിന്റെ എൻട്രിക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഉപയോഗിച്ചപ്പോഴാണ് സത്യത്തില് ഈ ക്യാരക്ടറിന് ഈ ബൈജു എന്ന് അയ്യപ്പ ബൈജു എന്നുള്ള പേര് വീണത്. ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും വിശ്വസിക്കുന്നതും എന്റെ പേര് ബൈജു എന്നാണ്. ഇപ്പൊ നമ്മള് ബൈജു ഒറിജിനൽ നെയിം എന്റെ ഒറിജിനൽ നെയിം ബ്രാക്കറ്റിലുമായി. ഇപ്പം നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ എന്തെങ്കിലും നമ്മളിപ്പോ സമ്മാനദാനമോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉദ്ഘാടനം അയ്യപ്പ ബൈജു ബ്രാക്കറ്റിൽ പ്രശാന്ത് പുന്നപ്ര. സാധാരണ ഫെയിമാണ് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കാറുള്ളത്. അങ്ങനെ ആയിപ്പോയി നമ്മുടെ പേര്. പക്ഷെ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ഒരിക്കലും അത് നമ്മൾ നമുക്കൊരു ദണ്ണമുള്ള സംഭവമല്ല. നമ്മള് ചെയ്ത ഒരു പ്രവൃത്തി എല്ലാവരും സ്വീകരിച്ചു എന്നുള്ള. ഇതുപോലെ ഈ വേഷം തന്നെ അഭിനയിക്കാൻ എത്രയോ സിനിമകളിൽ വിളിച്ചു അല്ലെ? ഈ വേഷം തന്നെ അഭിനയിക്കാൻ എന്റെ ഇത്രയും നാളുള്ള വളർച്ച എന്ന് പറയുന്നത് എല്ലാം ഈ ക്യാരക്ടറിലൂടെയാണ്.